ഇതാ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ബോച്ചെ കൂടിയായി മാറി. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ട് സ്വയം ഒരു കൾട്ട് ഫിഗറായി മാറിക്കഴിഞ്ഞ ഒരാളാണ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ. വ്യവസായത്തെ അല്ല ബ്രാൻഡ് ചെയ്തത്, ഓൺ ബ്രാൻഡിങ്. അയാൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്തു. ആ സ്വന്തമായി ബ്രാൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ വ്യവസായത്തെയും വിപുലപ്പെടുത്തി. ഇതിന് കൈയടിച്ചതാരാണ്? ആരാണ് ഇതിന് ലൈസൻസ് കൊടുത്തത്? ആരാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾ തന്നെയാണല്ലോ അല്ലേ? ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയറാണ്. ഈ നാട്ടിലെ മനുഷ്യന്മാർ മുഴുവൻ മോശമോ അല്ലെങ്കിൽ അവർ മുഴുവൻ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവരോ അവരെല്ലാവരും ഹണി റോസിനെ തള്ളിപ്പറയുന്നവരോ ഒന്നുമല്ല. എന്നാലൊരു ചെറിയ വിഭാഗം അങ്ങനെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമൂഹത്തിൽ അപജയമുണ്ടെന്ന്. ലോകത്തെവിടെയും സദ്ഗുണ സമ്പന്നമായ അപജയങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹവുമില്ല. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പത്തെ നമ്മൾ മനസ്സിലാക്കി പെട്ടെന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതിലെത്ര സമയം എടുത്തിരിക്കുന്നുള്ളതാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ഐക്കണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പോകുന്ന സ്ഥലത്തൊക്കെ വലിയ ജനാരവം ഉണ്ടാകുന്നു. ഇദ്ദേഹത്തെ അനുകരിച്ച ചില കഥാപാത്രങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്നു, അതിന് കയ്യടി കിട്ടുന്നു. ആ രീതിയിലൊക്കെ കേരളത്തെ പറ്റിച്ചുകൊണ്ട് ഒരാളിങ്ങനെ സുഖകരമായിട്ട് നിൽക്കാൻ ഏറ്റവും ഒടുവിൽ 1-2 സംഭവങ്ങൾ ഉണ്ടായില്ലേ? ഞാൻ പറയാം. ഈ പറയുന്ന ലോട്ടറി പോലത്തെ ഒരു സംഭവം ഇയാൾ നടത്തിയില്ലേ? പറയുന്ന ആർക്കോ വേണ്ടിയിട്ട്, പിന്നെ ചാരിറ്റി വർക്കാണ്, ചാരിറ്റി വർക്ക് നടത്തുന്നു. അതെ, വിമോചനത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് നടത്തിയത്? ഇദ്ദേഹത്തിൻ്റെ തേയിലയുടെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിനോടൊരു ലോട്ടറി കൂടി ഉണ്ടാവും. ആ ലോട്ടറിയുടെ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഒരാൾക്ക് 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കുന്നു. എന്തൊരു വലിയ രീതിയിലാണ് അയാളുടെ ചായപ്പൊടി വിറ്റത്.